ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു മീൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് വെച്ചിരിക്കുന്നത്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി കറി ലീവ്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത സവാളയാണ്. 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ്. ഇനി നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. വഴണ്ട് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്വല്പം ഉപ്പ് ഒന്ന് താളിച്ച് കൊടുക്കാം. നിങ്ങൾ ഈ ഡിഷ് ട്രൈ ചെയ്തിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ബാക്കി എല്ലാം 1/4 ടീസ്പൂണും കുരുമുളക് മാത്രം 3/4 ടീസ്പൂണും. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഡിഷ് റെഡി ആക്കി കിട്ടും കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാ ദിവസവും മീൻ കറിയും മീൻ പൊരിച്ചതും അല്ലാതെ വല്ലപ്പോഴും ഒക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ച് കാഷ്യൂ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ചുമ്മാ ആഡ് ചെയ്യുന്നതാണ്. ഉള്ളവരാണെങ്കിൽ ആഡ് ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഫിഷ് പെരട്ട് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ പറ്റിയ നല്ലൊരു കോംബോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരാം കേട്ടോ. അപ്പം നമ്മുടെ മീൻ പെരട്ട് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.